ADGP MR അജിത് കുമാറും RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസാബോളയും തമ്മിലുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം തുടരുമ്പോൾ ഉത്തരം പറയിച്ചേ അടങ്ങൂ എന്ന നിലപാടിൽ ദേശീയ തലത്തിലേക്ക് ചർച്ച എത്തിച്ചു CPI. പ്രതിപക്ഷം ഉന്നയിക്കുന്ന RSS രഹസ്യ ബാന്ധവ ആരോപണം വരും തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സംശയത്തിന്റെ വിത്തുപാകാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക CPM LDF നേതൃത്വങ്ങൾക്കുണ്ട്. വിഷയത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടിൽ CPM-ലും LDF-ലും അസംതൃപ്തി പുകയുന്നതിനിടെയാണ് ഉത്തരം ആവശ്യപ്പെട്ട് CPI ജനറൽ സെക്രട്ടറി D രാജ പ്രതികരിച്ചത്. ADGP എന്തിനാണ് RSS നേതാവിനെ കണ്ടത് എന്നതിൽ ഉത്തരം വേണമെന്നാണ് D രാജയുടെ ആവശ്യം. വിഷയത്തെ CPI ഗൗരവമായി കാണുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൂടിക്കാഴ്ച സംബന്ധിച്ച് CPM-ന് ബാധ്യതയില്ലെന്നും പരിശോധിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചതിന് പിന്നാലെയാണ് രാജ കടുപ്പിച്ചത്. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. തൃശൂരിലെ തെരഞ്ഞെടുപ്പുമായി കൂടിക്കാഴ്ചയ്ക്ക് ബന്ധമുണ്ടെന്ന കോൺഗ്രസ് ആരോപണത്തിന്റെ സംശയമുന CPM-ലേക്ക് നീട്ടുകയാണ് CPI. DGP-യുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് പൊതുസമൂഹത്തിൽ സംശയങ്ങൾക്കിടയാക്കുമെന്ന അഭിപ്രായം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. PV അൻവർ MLA ഉന്നയിച്ച സ്വർണ്ണക്കടത്ത്, കൊലപാതകം തുടങ്ങിയ ആരോപണങ്ങളെക്കാൾ ഭരണപക്ഷത്തെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച RSS രഹസ്യ ബാന്ധവമാണ്. മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരനായാണ് അജിത് കുമാർ RSS നേതാവിനെ കണ്ടതെന്ന ആരോപണം സതീശൻ ആവർത്തിക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടില്ല. കൂടിക്കാഴ്ച വിവാദം ഉൾപ്പെടെ DGP-യുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ വിവാദം CPM-ന്റെയും LDF-ന്റെയും അടിത്തറ ഇളക്കാൻ കെൽപ്പുള്ളതാണെന്ന തിരിച്ചറിവിലാണ് നേതൃത്വം. ന്യൂനപക്ഷ വിഭാഗങ്ങൾ പാർട്ടിയോട് കൂടുതൽ ആഭിമുഖ്യം കാട്ടി തുടങ്ങിയെന്ന് LDF കരുതുന്ന കാലയളവിലാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന അജിത് കുമാർ RSS നേതാവുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്ന ആരോപണം ഉയരുന്നത്. ADGP RSS കൂടിക്കാഴ്ച കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം പൂരം കലങ്ങിയതും തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചതും കൂട്ടിച്ചേർത്ത് അതിശക്തമായ പ്രചാരണം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സംശയത്തിന് വഴിവെക്കുമെന്ന ആശങ്കയുമുണ്ട്. വിവാദത്തിൽ നിന്ന് പരമാവധി അകലം പാലിക്കാനുള്ള തീരുമാനത്തിലാണ് CPM. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും വിഷയം കൈകാര്യം ചെയ്യട്ടെ എന്നും പാർട്ടി നേതൃത്വം കരുതുകയാണ്. അജിത് കുമാർ RSS നേതാവിനെ കണ്ടാൽ എന്താണ് കുഴപ്പമെന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ച MV ഗോവിന്ദൻ ഇന്നലെ നിലപാട് തിരുത്തിയത് ഇതിന്റെ ഭാഗമാണെന്നാണ് സൂചന. കോവളത്ത് വെച്ച് RSS നേതാവ് റാം മാധവുമായും ADGP കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കണ്ണൂർ സ്വദേശിയായ ചെന്നൈയിൽ ബിസിനസ് നടത്തുന്ന ഒരാളും ADGP-ക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന വാർത്ത കൂടി പുറത്തു വന്നതോടെ ദുരൂഹത ഏറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാകട്ടെ മൗനം വെടിയുന്നുമില്ല.